വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം ജോഷുവ പുസ്തകത്തിൽ നിന്ന് അധ്യായം 7, 16 മുതൽ 26 വരെയുള്ള വചനഭാഗമാണ്. വിജയങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു ജനത പെട്ടെന്നൊരു ദിവസം തകർന്നു വീഴുകയാണ്. ശത്രുക്കൾക്ക് മുമ്പിൽ അവർക്ക് ഓടിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥ. പുറമേ നോക്കിയാൽ അവർ തോറ്റത് യുദ്ധകളത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തോറ്റത് ഒരാളുടെ കൂടാരത്തിനുള്ളിലെ രഹസ്യം കാരണമായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആഖാൻ എന്ന പഴയ നിയമത്തിലെ ഈ വ്യക്തിയുടെ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ ജനം യെരിഹോ കീഴടക്കിയ വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ചെറിയൊരു നഗരമായ ഹായിയോട് അവർ തോറ്റുപോയി. കാരണം തിരിഞ്ഞ ജോഷുവയ്ക്ക് ദൈവം നൽകിയ മറുപടി ഇതായിരുന്നു: നിങ്ങളുടെ ഇടയിൽ ഒരു ശപിക്കപ്പെട്ട വസ്തുവുണ്ട്. ആഖാനെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. ആരാണ് ആഖാൻ? ആഖാൻ ഒരു സാധാരണക്കാരനായിരുന്നു. യുദ്ധത്തിനിടയിൽ മനോഹരമായ ഒരു ബാബിലോണിയൻ വസ്ത്രവും കുറച്ച് വെള്ളിയും സ്വർണവും കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ആരും കാണില്ലെന്ന് കരുതി അവൻ അത് സ്വന്തം കൂടാരത്തിനുള്ളിൽ കുഴിച്ചിട്ടു. ആഖാൻ്റെ പാപം വെറുമൊരു മോഷണമല്ല, അത് കണ്ണുകളുടെ മോഹമാണ്. ദൈവം അരുതെന്ന് പറഞ്ഞതിനോടുള്ള ഒരാർത്തി. നോമ്പ് കാലത്ത് നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: മറ്റാരും കാണുന്നില്ലെന്ന് കരുതി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കൂടാരത്തിനിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാപങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ സ്വാർത്ഥത കാരണം എൻ്റെ കുടുംബമോ സമൂഹമോ വേദനിക്കുന്നുണ്ടോ? ആഖാൻ ഒറ്റയ്ക്കാണ് പാപം ചെയ്തത്, പക്ഷേ ശിക്ഷ അനുഭവിച്ചത് ഇസ്രായേൽ ജനം മുഴുവനുമാണ്. നമ്മുടെ തെറ്റുകൾ നമ്മെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരെയും ബാധിക്കും. പാപം നമ്മെ ദൈവാനുഗ്രഹത്തിൽ നിന്ന് അകറ്റുകയും പരാജയങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. ആഖാൻ്റെ പാപം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ആഖാൻ്റെ കൂടാരത്തിലെ കുഴി തോണ്ടിയപ്പോൾ കണ്ടത് സ്വർണമായിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കുഴി തോണ്ടിയാൽ അവിടെ എന്തായിരിക്കും കാണുക? അശുദ്ധിയാണോ അതോ സ്നേഹമാണോ? ഈ നോമ്പ് കാലത്ത് ഒളിച്ചുവെക്കലുകൾ അവസാനിപ്പിക്കാം, വെളിച്ചത്തിലേക്ക് വരാം. കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആഖാനെ പോലെ ലോഭത്തിന് അടിമപ്പെടാതെ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആരും കാണുന്നില്ലെന്ന് കരുതി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന സകല അശുദ്ധികളെയും കഴുകി വിശുദ്ധമാക്കണമേ. സത്യസന്ധതയോടെയും വിശുദ്ധിയോടെയും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.